നമസ്കാരം, DNA ന്യൂസിലേക്ക് സ്വാഗതം. കസ്റ്റംസ് ഡ്യൂട്ടികളിൽ ഇളവ് വരുത്തിയതുകൊണ്ട് രാജ്യത്ത് സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. ക്യാൻസർ മരുന്നുകൾക്കും വില കുറയ്ക്കുമെന്നാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ പ്രഖ്യാപനം. ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വിലയും കുറയും. ഇത് ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിൽ മൊബൈൽ ഫോണുകളുടെ വില കുറയുന്നതിന് വഴിവെച്ചേക്കും. കസ്റ്റംസ് തീരുവയിൽ 15% കിഴിവാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും. മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ 3 ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കും. ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയ്ക്കും. അതേസമയം പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിലയും ഉയരുമെന്നാണ് പ്രഖ്യാപനം. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം അനുവദിക്കുമെന്നും പ്രഖ്യാപിച്ചു. അസം, ഉത്തരാഖണ്ഡ്, സിക്കിം സംസ്ഥാനങ്ങൾക്കാണ് സഹായം നൽകുന്നത്. ഹിമാചൽ പ്രദേശിന് പ്രളയ സഹായം നൽകും. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി ബീഹാറിന് പ്രത്യേക സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചു. തൊഴിലവസരങ്ങൾ ഒരുക്കാനും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും പ്രഖ്യാപനങ്ങളുണ്ട്. ഇതിൽ സുപ്രധാനമായത് പുതിയ ജീവനക്കാർക്ക് 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്നതാണ്. EPF അക്കൗണ്ട് എടുക്കുന്നവർക്കാണ് സർക്കാർ പണം നൽകുകയെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. 210 ലക്ഷം യുവാക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ വായ്പാ തുക ഇരട്ടിയാക്കിയിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വായ്പാ തുക ഉയർത്തിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. വായ്പാ തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായാണ് ഉയർത്തിയത്. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിലുള്ള ഒരു പദ്ധതിയാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. 2015 ആരംഭിച്ച ഈ സ്കീം പ്രകാരം ഇതുവരെ 10 ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് ലോണുകൾ ലഭ്യമാകുന്നു. മറ്റ് ബിസിനസ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമായി മുദ്രാ ലോണുകൾ ലഭിക്കുന്നതിന് ഈട് പണയം വെക്കേണ്ടതില്ല. എല്ലാ മേഖലയിലും അധിക തൊഴിൽ നൽകും. സ്ത്രീകൾക്ക് പ്രത്യേക നൈപുണ്യ പദ്ധതി, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേക നടപടി, 20 ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും. വിദ്യാഭ്യാസ ലോണിന് വായ്പയ്ക്ക് യോഗ്യതയില്ലാത്തവർക്കും സഹായം നൽകും. 5 വർഷം കൊണ്ട് 20 ലക്ഷം ചെറുപ്പക്കാർക്ക് നൈപുണ്യ പരിശീലനം നൽകും. ഗവേഷണത്തിന് പ്രത്യേക പദ്ധതിയും ആവിഷ്കരിക്കും. 2024 കേന്ദ്ര ബജറ്റ് ഭാവിയിലേക്കുള്ള പാതയൊരുക്കുമെന്ന് ധനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കൃഷി, തൊഴിൽ, വൈദഗ്ധ്യം, മെച്ചപ്പെട്ട മാനവ വിഭവശേഷി, സാമൂഹിക നീതി, ഉൽപാദനം, സേവനങ്ങൾ, നഗരവികസനം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, നവീകരണം, ഗവേഷണവും വികസനവും, അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെയുള്ള 9 മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാണ് ഈ ബജറ്റ്. എല്ലാവർക്കും വിപുലമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി 9 മുൻഗണനാ മേഖലകളിൽ സുസ്ഥിരമായ ശ്രമങ്ങൾ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ഭാവി ബജറ്റുകൾ 2024 ബജറ്റിന്റെ ഈ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. 2024 ബജറ്റ് 4 പ്രാഥമിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 2 ലക്ഷം കോടി രൂപ ചെലവിൽ 4.1 കോടി യുവാക്കൾക്ക് 5 വർഷത്തിനുള്ളിൽ പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രഖ്യാപനം. തൊഴിലില്ലായ്മയെന്ന പ്രതിപക്ഷ ആരോപണം കൂടി കണക്കിലെടുത്താണ് ഇത്. 2 ലക്ഷം കോടിയുടെ അടങ്കലും ഈ പദ്ധതിക്കായി പ്രഖ്യാപിച്ചു.